പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിനെ കണ്ട അനേകരുണ്ട്. ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും യേശുവിനെ കണ്ടു. എന്നാൽ ചില വ്യക്തികൾ യേശുവിനെ കണ്ടുമുട്ടി. അനേകർ യേശുവിനെ തട്ടുകയും മുട്ടുകയും തൊടുകയും ചെയ്തു. തട്ടിയവരും മുട്ടിയവരുമൊക്കെ അതേപോലെ തിരിച്ചുപോയി. എന്നാൽ തൊട്ട ചില വ്യക്തികളുണ്ട്. യേശുവിനെ കണ്ടുമുട്ടി ചില വ്യക്തികൾ, യേശുവിനെ തൊട്ട ചില വ്യക്തികൾ. അവിടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കണ്ടവർ കണ്ടതുപോലെ തിരിച്ചു പോകും, മാറ്റങ്ങളില്ല. ജനക്കൂട്ടത്തിനിടയ്ക്ക് ഒത്തിരി പേര് തട്ടുകയും മുട്ടുകയും ചെയ്തു, അവരും അങ്ങനെ തന്നെ തിരിച്ചുപോയി. എന്നാൽ ചിലർ വിശ്വാസത്തിൽ അവനെ ഒന്ന് തൊട്ടു. ചിലർ യേശുവിനെ ആരെന്ന് കണ്ടുമുട്ടി. അവരുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നും അങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ ഇപ്രകാരം കാണുകയാണ്. യേശു സക്കേവൂസിൻ്റെ ഭവനത്തിൽ എന്നാണ് അതിൻ്റെ ഹെഡിങ്. അവിടെ ഇന്ന് പറയുകയാണ്, യേശു ജെറീക്കോയിലേക്ക് പ്രവേശിച്ച് അതിലെയാണ് അവന് കടന്നു പോകേണ്ടിയിരുന്നത്. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരുവനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികരുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. ആ വാക്കെ വീണ്ടും ഓർപ്പിക്കുകയാണ്, യേശുവിനെ കാണാനല്ല, യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ പൊക്കം കുറവായതുകൊണ്ട് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അത് സാധ്യമായിരുന്നില്ല. അതിനാൽ അവൻ മുൻപേ ഓടി ദൂരെയുള്ള ഒരു സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. അവിടെ എത്തിയപ്പോൾ, ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, എനിക്ക് ഇന്ന് നിൻ്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞൊരു ഇത്രയേ ഉള്ളൂ. യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ച സക്കേവൂസ് അവിടെ വെച്ച് യേശു ആരെന്ന് കണ്ടു. യേശു ആരെന്ന് സക്കേവൂസിന് മുമ്പിൽ യേശു തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ് സക്കേവൂസ് കണ്ട യേശു? അല്ലെങ്കിൽ എന്താണ് യേശു സക്കേവൂസിന് മുമ്പിൽ തന്നെ വെളിപ്പെടുത്തി നൽകിയത്? ഞാൻ ചിന്തിക്കുകയാണ്, 4 രീതിയിൽ കർത്താവിനെ കാണാൻ, അല്ലെങ്കിൽ 4 രീതിയിൽ അവനെ തിരിച്ചറിയാനുള്ള വലിയ ഭാഗ്യം സക്കേവൂസിന് ലഭിച്ചു. 1, സക്കേവൂസ് കണ്ട സത്യം ഇതാണ്: യേശു എല്ലാം അറിയുന്നവൻ. 2, യേശു എല്ലാം കാണുന്നവൻ. 3, യേശു പാപിയെ സ്നേഹിക്കുന്നവൻ. പ്രിയമുള്ളവരെ, അവൻ കണ്ടെത്തുകയാണ്, യേശു എല്ലാം കാണുന്നു. കാരണം എന്താ? ആരും കാണാതെ ഒരു മരത്തിന് മുകളിൽ ഒളിച്ചിരിക്കുന്ന സക്കേവൂസിനെ യേശു കണ്ടുപിടിച്ചു. അപ്പോൾ ആ സത്യം സക്കേവൂസ് തിരിച്ചറിഞ്ഞു. ഞാൻ എവിടെ ഒളിച്ചാലും, ഞാൻ ലോകത്തിൽ എവിടെയായിരുന്നാലും ആ കണ്ണുകൾ എന്നെ കാണുന്നു. എന്നെ കാണുന്ന 2 കണ്ണുകൾ, ഞാൻ എവിടെയായിരുന്നാലും കാണുന്ന 2 കണ്ണുകൾ, എല്ലാം കാണുന്ന യേശുവിനെ സക്കേവൂസ് അവിടെ വെച്ച് തിരിച്ചറിയുകയാണ്. സക്കേവൂസ് കണ്ടെത്തിയ 2ാമത്തെ സത്യം ഇതാണ്: യേശു എല്ലാം അറിയുന്നു. അവിടുന്ന് എല്ലാം അറിയുന്നു. കാരണം എന്താ? യേശു സക്കേവൂസിൻ്റെ പേര് വിളിച്ചു. സക്കേവൂസ്, നിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വചനം ഒരു പക്ഷേ സക്കേവൂസ് നിമിഷങ്ങളിൽ ഓർത്തിരിക്കാം. യേശു എല്ലാം കാണുന്നു, യേശു എല്ലാം അറിയുന്നു, എൻ്റെയും പേരറിയുന്ന ഒരു കർത്താവ്. സക്കേവൂസ് തിരിച്ചറിഞ്ഞ 2ാമത്തെ സത്യം ഇതാണ്: യേശു എല്ലാം അറിയുന്നവനാണ്. സക്കേവൂസ് തിരിച്ചറിഞ്ഞ 3ാമതുള്ള മറ്റൊരു സത്യം ഇതാണ്: അവർ തിരിച്ചറിയുകയാണ്, യേശു പാപികളെ സ്നേഹിക്കുന്നു. കാരണം എന്താ? ഞാനൊരു പാപിയാണ്. പാപിയായതുകൊണ്ടാണ് എനിക്ക് ഇവരെ കാണേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റപ്പെട്ട് ഓടിയത്. ജനങ്ങളെല്ലാം വെറുക്കുന്നത് ഞാനൊരു പാപിയായതുകൊണ്ടാണ്. ഞാനൊരു ചുങ്കക്കാരനാണ്, അന്യായമായി പൈസ പിടിച്ചെടുക്കുന്നവനാണ്. യേശു പാപിയെയും സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, 4ാമത് സക്കേവൂസ് കണ്ടെത്തിയ സത്യം മറ്റൊന്നാണ്. 1, യേശു എല്ലാം അറിയുന്നു. 2, യേശു എല്ലാം കാണുന്നു. 3, യേശു പാപിയെ സ്നേഹിക്കുന്നു. ഈ 3 സത്യം കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. എന്നാൽ 4ാമത് സക്കേവൂസ് തിരിച്ചറിഞ്ഞ സത്യം വേറൊന്നാണ്: അവൻ പാപികളെ സ്നേഹിക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, അവൻ എന്നെയും സ്നേഹിക്കുന്നു. കാരണം എന്താ? യേശു എന്താ പറഞ്ഞത്? എനിക്ക് ഇന്ന് നിൻ്റെ ഭവനത്തിൽ താമസിക്കണം. ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ വീട്ടിൽ നമ്മൾ ആരെങ്കിലും താമസിക്കാൻ ചെല്ലുമോ? അവൻ തിരിച്ചറിഞ്ഞു, എന്നെ ഇവൻ ആഴമായി സ്നേഹിക്കുന്നു. എൻ്റെ വീട്ടിൽ വരാൻ, എൻ്റെ വിരുന്ന് സ്വീകരിക്കാൻ, എന്നോടൊപ്പം എൻ്റെ ഭവനത്തിൽ താമസിക്കാൻ ഇതാ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി എൻ്റെ കർത്താവ് വരുന്നു. അപ്പോൾ മറ്റുള്ളവരെല്ലാം യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്, ശകാരിക്കുകയാണ്.
ഈശോ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇവനും അബ്രാഹത്തിൻ്റെ മകനല്ലേ ഞാൻ വന്നിരിക്കുന്നത്? ഇവനെപ്പോലുള്ള എന്നെയും നിന്നെയുമൊക്കെ കണ്ടെത്തി രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, തിരിച്ചറിയണം, യേശു നമ്മുടെ കർത്താവ് എല്ലാം കാണുന്നു, അവൻ എല്ലാം അറിയുന്നു, അവൻ പാപികളെ സ്നേഹിക്കുന്നു, അവൻ സ്റ്റിൽ ഇപ്പോഴും നിന്നെയും സ്നേഹിക്കുന്നു, എന്നെയും സ്നേഹിക്കുന്നു. എന്തുമാത്രം കുറവുകൾ നമുക്കുണ്ട് അല്ലേ? എന്തുമാത്രം ബലഹീനത നമുക്കുണ്ട്. ഞാനെന്ന വ്യക്തി ആരാന്ന് പൂർണ്ണമായി അറിയാമെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ മക്കളോ എൻ്റെ മാതാപിതാക്കളോ എന്നെ ഇപ്രകാരം സ്നേഹിക്കാൻ സാധ്യതയില്ല. എന്നാൽ നിന്നെ പൂർണ്ണമായി കാണുന്ന, നിൻ്റെ എല്ലാ കുറവുകളും കാണുന്ന, നിൻ്റെ എല്ലാ വൈകല്യങ്ങളും കാണുന്ന സർവശക്തനായ കർത്താവ് നിന്നെ പരിപൂർണമായി സ്നേഹിക്കുന്നു, ഒരു വിശുദ്ധനെ എന്നതുപോലെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വാസം അർപ്പിക്കാം, ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയ സൗഖ്യം പ്രതീക്ഷിക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു യൂത്ത് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾ പങ്കെടുക്കുന്നു. അനേക യുവജനങ്ങൾ വന്ന് ഒരുമിച്ച് വചനം കേട്ട് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തി പോകുന്ന ഒരു യൂത്ത് കൺവെൻഷൻ. അപ്പോൾ ആ യൂത്ത് കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയുമായി ഈ പെൺകുട്ടി അവിടെ കൊണ്ടുവന്ന അവരുടെ ആൻറ്റി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഈ കുട്ടി ഒത്തിരി ദൂരെ നിന്ന് വന്നതാണ്, ആ കുട്ടിയുടെ റിലേറ്റീവ് വീട്ടിൽ വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് സംസാരിക്കണം. ഇവിടെ ഇത്രമാത്രം വചനം പറഞ്ഞെങ്കിലും, ഇത്രമാത്രം പ്രാർത്ഥന നടന്നെങ്കിലും, ഇത്രമാത്രം ആരാധിച്ചെങ്കിലും ഇവർക്ക് ഒന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി ജസ്റ്റ് ആ ഹാളിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ നൽകിയ ഒരു സന്ദേശം ഞാൻ കുട്ടിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ ഇപ്രകാരം കാണുന്നു, ആരും കാണാതെ ആരും അറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ മോള് തലയിണ അമുക്കി പിടിച്ച് പൊട്ടിക്കരഞ്ഞ്, തലയിണ മുഴുവൻ നനയത്തക്ക രീതിയിൽ പൊട്ടി നിലവിളിച്ച് കരയുന്ന ഒരു രംഗം ഈശോ കാണിച്ചു തരുന്നു. ഇത് കേട്ടപ്പോൾ ഇവളെല്ലാം മറന്ന് അവിടെ നിന്ന് കുറേ നേരം കരഞ്ഞു. അതിനുശേഷം അവളുടെ ചില യാഥാർത്ഥ്യങ്ങൾ എന്നോട് ഇങ്ങനെ പറയുകയാണ്. ഞാനീ കരയുന്നത് അല്ലെങ്കിൽ എൻ്റെ വേദന ആർക്കും അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളുണ്ട്, 3 പെൺമക്കൾ. എൻ്റെ മൂത്തതുമുണ്ട്, എൻ്റെ അനിയത്തിയുമുണ്ട്. അവരെല്ലാം ഒത്തിരി മിടുക്കരാണ്, ഒത്തിരി സുന്ദരികളാണ്. പക്ഷേ എനിക്ക് അവരുടെ അത്രയും സൗന്ദര്യമില്ല, കഴിവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടാണ് വളരുന്നത്. എന്നെ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമില്ല. അവരെല്ലാം എന്നെ കളിയാക്കും, എന്നെ പരിഹസിക്കും. എന്നെ ഇഷ്ടമുള്ള ഏക വ്യക്തി എൻ്റെ പപ്പായായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പപ്പായും മരിച്ചുപോയി. ഇപ്പോൾ എനിക്കാരുമില്ല, ഈ ലോകത്തിൽ ആരുമില്ല. എന്നെ അറിയാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ അംഗീകരിക്കാൻ ആരുമില്ല, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. എനിക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. ഈ കുഞ്ഞ് നിലവിളിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും കർത്താവ് ഇങ്ങനൊരു സന്ദേശം നൽകുകയാണ്. കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞ സന്ദേശം ഇതാണ്, ഇതാ കുട്ടിക്ക് മോൾക്ക് അടുത്ത് തന്നെ ഒരു വിവാഹാലോചന വരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സമ്പന്നമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലേക്ക് മോളെ ഈശോ പറഞ്ഞയക്കാൻ പോകുന്നു. ആളുകൾക്ക് ശേഷം ഈ കുട്ടിക്ക് ഒരു വിവാഹാലോചന വരികയാണ്. വലിയ സമ്പന്നമായൊരു കുടുംബം. അവർ വന്ന് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ വീട്ടുകാർ പറഞ്ഞു, അത്രമാത്രം സമ്പന്നമായ കുടുംബത്തിന് നമുക്ക് കെട്ടിക്കാൻ പറ്റില്ല, മറ്റെന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രപ്പോസ് വരില്ല. അപ്പോൾ ഈ ആൻറ്റി പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഇങ്ങനൊരു സന്ദേശമുണ്ടായിരുന്നു. അത് പ്രകാരം ആ വിവാഹം നടക്കുകയും അവരൊന്ന് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, തിരിച്ചറിയുക, ഈ കുഞ്ഞിൻ്റെ വേദന കാണുന്നൊരു കർത്താവുണ്ട്. അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടില്ലെന്ന് പറഞ്ഞ കർത്താവ് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, ആ കുഞ്ഞിനെ ലാളിക്കുന്നു, താലോലിക്കുന്നു. എല്ലാവരും മറന്നാലും എല്ലാവരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു യേശുക്രിസ്തു നിനക്കുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ഏതെല്ലാം ഒറ്റപ്പെടലിലൂടെ കടന്നു പോയാലും, ഏതെല്ലാം വേദനയിലൂടെ കടന്നു പോയാലും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അറിയുന്ന, പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന സത്യം തിരിച്ചറിയുക. ആ സത്യമാണ് നമ്മളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്നത്. അവരെല്ലാം കാണുന്നു. നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ ദൈവം നിന്നെ കാണുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് ഷാലോമിൻ്റെ ഒരു ഏജൻ്റായ ഒരു ഹൈസ്കൂൾ അധ്യാപകനെ കണ്ടുമുട്ടാനിടയായി. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു സന്ദേശം ഇങ്ങനെ നൽകി. ആ സന്ദേശപ്രകാരം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ജീവിത പങ്കാളി 2ാമത് ഗർഭിണിയാണല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, എൻ്റെ ജീവിത പങ്കാളി ഗർഭിണിയല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണല്ലോ പരിശുദ്ധാത്മ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മ കള്ളത്തരം പറയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ കൺഫ്യൂഷനായി തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി പ്രഗ്നൻ്റാണ്.
അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം എന്താണ്? ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ മിനിമം 1 മാസം കഴിയണം. പക്ഷേ ഇവിടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന് കുഞ്ഞിന് രൂപം നൽകിയവൻ കണ്ടു. അവൻ നേരത്തെ അറിഞ്ഞു. ഇവിടെ ജീവിതത്തെ അവിടുന്ന് കാണുന്നു. ഈ കുഞ്ഞ് ആ അമ്മയുടെ ഉദരത്തിൽ ഉണ്ട് എന്ന് ഇവർ അറിയുന്നതിന് എത്രയോ മുമ്പേ രൂപം നൽകിയ കർത്താവ് ഈ കുഞ്ഞിനെ കണ്ടു. അത് അവർക്ക് വലിയ സന്തോഷമായി മാറി. അവരുടെ വിശ്വാസം വർദ്ധിച്ചു. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ, അമ്മയുടെ ഉദരത്തിൽ രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ഒരു സംരക്ഷകൻ നമുക്കുണ്ട്. ആ ദൈവമില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം മോശമായി മാറുമായിരുന്നു. എപ്പോഴോ നമ്മുടെ ജീവിതങ്ങളെല്ലാം കൈവിട്ടു പോകുമായിരുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വേണം അനുഗ്രഹം സ്വീകരിക്കാൻ. 139 സങ്കീർത്തനം ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, അവിടുന്ന് എല്ലാം അറിയുന്നു. ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ആകാശത്തിൽ ചിറക് വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അവിടെയുമുണ്ട്. ഞാൻ സമുദ്രത്തിൻ്റെ അഗാധങ്ങളിലേക്ക് പോയാൽ കർത്താവിൻ്റെ കണ്ണുകൾ അവിടെയുമുണ്ട്. അങ്ങേക്ക് രാത്രി പകൽ പോലെയാണല്ലോ, കാരണം അങ്ങ് പ്രകാശമാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മളെ കാണുന്ന ഒരു ദൈവം, എപ്പോഴും നമ്മളെ അറിയുന്ന ദൈവം, എപ്പോഴും നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ നയിക്കുന്ന ഒരു ദൈവം, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, പാപികളെ സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അവിടുത്തെ നാമമാണ് യേശു. അവിടുത്തെ നാമമാണ് യേശു. ആ നാമത്തെ വേണം സ്നേഹിക്കാൻ, ആ നാമത്തെ വേണം സ്വീകരിക്കാൻ. പ്രിയമുള്ളവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ ഭയമാണ്. അപ്പോൾ കർത്താവ് ചോദിച്ചു, മരണഭയമാണല്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് മരണഭയമാണ്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ വർഷം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ മരിക്കുമെന്നൊരു വലിയ ഭയം കുടുങ്ങിയിരിക്കുന്നു. എൻ്റെ കൂടെ കിടക്കുന്ന ജീവിത പങ്കാളിക്ക് അറിയില്ലത്, എൻ്റെ മക്കൾക്കറിയില്ല, ആർക്കും അറിയില്ല എൻ്റെ ഈ ഭയം. അപ്പോൾ കർത്താവ് വീണ്ടും സംസാരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ പിതാവ് എത്രാം വയസ്സിലാണ് മരിച്ചത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ 55ാമത്തെ വയസ്സിലാണ്. സഹോദരൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ 55 വയസ്സുണ്ട്. അപ്പോൾ പിതാവ് മരിച്ചതുപോലെ 55ാം വയസ്സിലും താങ്കൾ മരിക്കുമെന്ന വലിയൊരു ഭയം കുടുങ്ങിയിരിക്കുന്നല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ, വലിയൊരു ഭയം കുടുങ്ങിയിരിക്കുന്നു. ആർക്കും അറിയില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, നേരം വെളുത്താൽ എഴുതേക്കുമെന്നറിയില്ല, ഇത്രമാത്രം ഭയത്തിൽ കഴിയുന്നു. ഞാൻ പറഞ്ഞു, ഇത് നുണയന്മാരുടെ പിതാവ് നൽകിയ ഒരു നുണയാണിത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ വേദന കർത്താവ് കാണുന്നു. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. ആ മനുഷ്യന് വലിയ സന്തോഷമുണ്ടായി. അദ്ദേഹം ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞൊരു ഇത്രയും ഉള്ളൂ. നിൻ്റെ കർത്താവ് ആരും അറിയാത്ത, നിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവാണ്. നിന്നോടൊപ്പം വസിക്കുന്ന, നിൻ്റെ ജീവിത പങ്കാളിക്കറിയില്ലാത്ത നിൻ്റെ വേദനകൾ അവിടുത്തേക്കറിയാം. നിൻ്റെ കൂടെ വളരുന്ന നിൻ്റെ മക്കൾക്കറിയത്തില്ലാത്ത നിൻ്റെ നൊമ്പരങ്ങൾ നിൻ്റെ കർത്താവിനറിയാം. പ്രിയ കുഞ്ഞുങ്ങളെ, നിൻ്റെ മാതാപിതാക്കൾക്കറിയില്ലാത്ത, നിൻ്റെ അധ്യാപകർക്കറിയത്തില്ലാത്ത, നിൻ്റെ കൂട്ടുകാർക്കറിയത്തില്ലാത്ത നിൻ്റെ വേദനകളും നിൻ്റെ കഷ്ടപ്പാടുകളും കണ്ണുനീരും നിൻ്റെ ഈശോയ്ക്കറിയാം. നിൻ്റെ നിരാശയും നിൻ്റെ ദുഃഖവും നിൻ്റെ കണ്ണുനീരും കർത്താവ് കാണുന്നു. പ്രൈസ് ദ ലോർഡ്. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആരും കാണാത്ത നമ്മുടെ ദുഃഖപീഡകൾ, ആരും കാണാത്ത നമ്മുടെ നൊമ്പരങ്ങൾ, ആരോടും പറയാത്ത നമ്മുടെ രോഗങ്ങൾ, ആരോടും പറയാത്ത നമ്മുടെ ഭയം, നമ്മുടെ നിരാശ, ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വീണ്ടും തിരിച്ചു വരാം. കർത്താവായ യേശു എല്ലാം കാണുന്ന ദൈവം, അവൻ എല്ലാം അറിയുന്ന ദൈവം, അവൻ പാപികളെ സ്നേഹിക്കുന്ന ദൈവം, അവൻ ഇന്നും നിന്നെ സ്നേഹിക്കുന്നു. അതിനാൽ അവൻ എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. ഈശോയോട് പറയാം, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, സക്കേവൂസ് അങ്ങേ തിരിച്ചറിഞ്ഞതുപോലെ അങ്ങ് എല്ലാം കാണുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് എല്ലാം അറിയുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങ് പാപികളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടുന്ന് ഇന്ന് എന്നെയും സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഓ കർത്താവേ, അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ സ്നേഹം തിരിച്ചറിയാൻ, അത് അനുഭവിച്ചറിയാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദുഃഖപീഡകളെ, എൻ്റെ നിരാശയെ, എൻ്റെ കണ്ണുനീരിനെ, ആരോടും പറയാത്ത, ആർക്കും അറിയത്തില്ലാത്ത എൻ്റെ ഹൃദയത്തിലെ വിങ്ങിപ്പട്ടലുകളെ, വേദനകളെയെല്ലാം കർത്താവേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്നെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ.
ആമേൻ.